എൻ്റെ പേര് അഭിലാഷ് ടി. എൻ്റെ ഒരു എളിയ ശ്രമമാണിത്. ഒരു നോവലിനെ, അതും എൻ്റെ തൂലികയിൽ പിറന്ന നോവലിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. സദയം സ്വീകരിച്ചാലും. രാത്രിയുടെ യാമങ്ങളിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബർണാഡും സുഹൃത്ത് പീറ്ററും. അതിശക്തമായ ശൈത്യകാലം വന്നെത്തിയതിനാൽ തീയുടെ അടുത്തു നിന്നും ഒരു നിമിഷം പോലും മാറുവാൻ അവിടെയുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞില്ല. ചൂട് ചായ ഊതിക്കുടിച്ചുകൊണ്ട് ബർണാഡ് പറഞ്ഞു, "ഈ തണുപ്പ് നമുക്കൊരു പാഠമാണ് പീറ്റർ." പീറ്റർ ഒന്നും മനസ്സിലാകാത്തതുപോലെ അദ്ദേഹത്തെ നോക്കി. ബർണാഡ് തുടർന്നു, "നോക്കൂ, ശൈത്യകാലവും ഹേമന്തകാലവും ശിശിരകാലവും വർഷകാലവും വസന്തകാലവും മാറി മാറി വരുന്നില്ലേ? ഇത് നമ്മുടെ ജീവിതവുമായി ഒന്ന് ഉപമിച്ചു നോക്കൂ. എങ്ങനെയാണെന്നാൽ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും സുഖവും ദുഃഖവും മാറി മാറി വരുന്നില്ലേ? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ സന്തോഷിച്ചാൽ ഉടനെ സങ്കടം വന്നെത്തുമെന്ന് ഓർക്കുക. അതിനെ സന്തോഷത്തോടു കൂടി നേരിടുക. സന്തോഷം മാത്രം ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ ഘട്ടങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ വീണു പോകുന്നത്, പേടിച്ച് മരണത്തിന് വരെ കീഴടങ്ങുന്നത്." "ഒന്നും മനസ്സിലായില്ലല്ലേ പീറ്റർ?" "അതെ," എന്നയാൾ തലയാട്ടി. "എങ്കിൽ നിങ്ങൾ ആ വാതിൽ തുറക്കൂ. അവർ തണുത്തു വിറയ്ക്കുകയാണ്. അവരും തീ കായട്ടെ." പീറ്റർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ചില്ലു ജനാലയുടെ മറുപുറം ഒരു മനുഷ്യരൂപം. ദേഹം മൊത്തം കരിമ്പടം കൊണ്ട് മൂടിയിരിക്കുന്നു. അതിനുള്ളിലൂടെ പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന മുടിയിഴകൾ കാണാം. "തുറക്കൂ പീറ്റർ," അയാൾ ഉച്ചവെച്ചു. പീറ്റർ വാതിൽ തുറന്നു. ആ രൂപം അകത്തേക്ക് കയറി കത്തിയാളുന്ന നെരിപ്പോടിനടുത്തേക്ക് പോയി. കൈകാലുകൾ കുടഞ്ഞു, നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന പീറ്ററിനോട് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, "നിങ്ങളെന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ പീറ്റർ? പുറംതിരിഞ്ഞു നിന്ന ഞാൻ എങ്ങനെ ഇവരെ കണ്ടുവെന്നല്ലേ?" ഒരു ചിരി ചിരിച്ചുകൊണ്ട് ബർണാഡ് പറഞ്ഞു, "സുഹൃത്തേ, തീയുടെ അത്യുജ്വല ഞാനൊരു നിഴൽരൂപം കണ്ടു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു മനുഷ്യരൂപം." "നിങ്ങളൊരു സംഭവം തന്നെ." ബർണാഡ് ചിരിച്ചു. പെട്ടെന്ന് അവരുടെ ശ്രദ്ധ ആ രൂപത്തിൽ പതിഞ്ഞു.